ഗൈസ്, വെൽക്കം ടു അവർ ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് രാജസ്ഥാൻ ജയ്പൂർ. നമ്മൾ നമ്മുടെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്യാണ്. സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തു, എല്ലാം വെച്ചു, എല്ലാം മടക്കി വെച്ചു. അപ്പം നമ്മൾ നമ്മുടെ 2 ദിവസത്തെ ഈ മുറിനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇന്ന് ഹവാമഹലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഇന്നലെ പോയിട്ട് എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു, ഷോപ്പ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ആകെ ഈ ഗ്ലൗസ് മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ഒരു മറ്റേ പക്കോട കഴിച്ചു. പിന്നെ ബാക്കി ഫുഡ് ഇന്നലെ വാങ്ങിയിട്ട് വന്നു, കഴിച്ചു, പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് നമ്മളിതെല്ലാം കണ്ട് ഇവിടെ വെക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ ലഗേജ് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ലഗേജ് വെക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ജയ്പൂർ സ്റ്റേഷനിൽ പോയി ക്ലോക്ക് റൂമിൽ ലഗേജ് വെച്ചിട്ട് നമുക്ക് പിന്നെ കറങ്ങാനായിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം ആദ്യം. കമോൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്: ആലു പൊറോട്ടയും ഗാജർ കാ ഹൽവ. ആലു അല്ല കേട്ടോ, പനീർ പൊറോട്ടയാണ്. ഈ ആൻറ്റി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല സ്വാദം. അപ്പം ഞാനിത് കഴിച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബിർള മന്ദിറാണ്. ഇവിടെയും ഒരുപാട് മൂവീസും കാര്യങ്ങളും ഒക്കെ, മൂവീസിനൊക്കെ കൂടുതലും സീരിയൽസും കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ടെമ്പിളാണ്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇത് ഫുള്ള് മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ അമ്പലത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, വീഡിയോയും ഫോട്ടോഗ്രാഫി ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അകത്ത് ഓരോ മാർബിൾ വെച്ചിട്ട് കാളിയമർദ്ദനം, അതേപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അതിൽ അവരുടെ കണ്ണ് തന്നെ കൊത്തി വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമാണ്, അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് മാർബിളിൽ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ട് മാർബിളിൽ നടക്കാനായിട്ട്. ഫുള്ള് വൈറ്റ് ടെമ്പിളാണ്, വൈറ്റ് മാർബിളിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ നൈറ്റ് വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആൽബർട്ട് ഹോൾ മ്യൂസിയം, അതാണ് ഇത്. അതിൻ്റെ മോർണിംഗ് വ്യൂ ആണിത്. ഇവിടെ നല്ല പ്രാവുകളൊക്കെ പറന്ന് ഉണ്ട്. എനിക്കിത് കാണുമ്പോൾ എന്താ തോന്നുന്നത്, നമ്മുടെ അരുന്ധതി മൂവിക്കകത്ത കുട്ടാരുണ്ടല്ലോ, ആ സെയിം കുട്ടാരും പോലെ. നമ്മളങ്ങനെ ഹവാമഹലിലെത്തി. ഹവാമഹലിൽ ഇനിയും ടിക്കറ്റ് എടുക്കണം. ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് 52 ആണ് കാണിക്കുന്നത്. നമ്മൾ നോർമലി ഫ്രണ്ടിൽ നിന്ന് കാണത്തില്ലേ, അതല്ല എൻട്രൻസ്, അതിൻ്റെ ബാക്ക് സൈഡിലാണ് എൻട്രൻസ് വരുന്നത്. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഫ്രീ അല്ല, ഇതിനെ കട്ട്പുത്ലി എന്നാണ് പറയുന്നത്. ഇത് അവര് പുറകിൽ നിന്ന് ഒരാൾ നൂലിൽ വലിച്ച് ആണ് ഡാൻസ് കളിപ്പിക്കുന്നത്. ഇവിടെ റാണിമാർക്ക് ഈ പുറത്ത് നടക്കുന്ന ഉത്സവങ്ങളും അതേപോലെ പുറത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനലുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് റാണിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മഹലാണ്. ഇത്രയും ജനലുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഭയങ്കരമായിട്ട് എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റാണിമാര് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണണം, പക്ഷെ റാണിമാരെ ആരും കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ജനലുകൾ ഭയങ്കര ചെറിയ ജനലുകളാണ്. വെളിയിൽ നിന്ന് ആർക്കും ആ ജനൽ തുറന്ന് ഉള്ളിൽ ആരാണെന്ന് കാണാനായിട്ട് പറ്റില്ല. അത്രയും ചെറിയ ജനലുകളാണ് ഇതിൽ പണിഞ്ഞു വെച്ചേക്കുന്നത്. ഈ ഹവാമഹലിൽ 953 സ്മോൾ വിൻഡോസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹവാമഹൽ. നമുക്ക് ഹവാമഹലിന്റെ ഫ്രണ്ട് സൈഡ് കാണാം. We are at Jantar Mantar. Per person 52 rupees ആണ് വരുന്നത്. ഇവിടെ ഭയങ്കര വാസ്തുപരമായ കാര്യം, മീൻസ് ടൈമും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലേസ് ആണ് ജന്തർ മന്തർ. ഇത് ജയ്പൂരിലും ഉണ്ട്, ഡൽഹിയിലും ഉണ്ട്. പിന്നെ ഇന്ന് വൈകിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഡൽഹിക്കുള്ള ട്രെയിൻ. നമ്മൾ ഇവിടുന്ന് ഡൽഹിക്ക് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗ് വരുന്നത് ഡൽഹി സീരീസ് ആയിരിക്കും.
നമ്മളൊരു വെജ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇവിടുത്തെ ഒത്തന്റിക് ദാൽ ബാട്ടി ചൂർമ കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു താലി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ദാൽ ബാട്ടി ചൂർമ എന്ന ഗട്ടേക്ക് സബ്ജി അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് പനീർ പുലാവ്. ഇത് ദാൽ, ഇത് ബാട്ടി, ഇതിനെന്തോ ഇടിച്ചു പൊടിച്ച് ചോർമ എന്ന് പറഞ്ഞൊരു സാധനം ആക്കുന്നതാണ്. സോ ദാൽ ബാട്ടി ചോർമ. നമ്മളിത് തീർത്തിട്ട് വരാമേ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ആ ബാട്ടി ഒഴികെ ബാക്കി എല്ലാം ഇഷ്ടപ്പെട്ടു. ചോർമ അടിപൊളിയായിരുന്നു, ബിരിയാണി നല്ലതായിരുന്നു, എനിക്ക് ഏകദേശം എല്ലാം ഇഷ്ടപ്പെട്ടു. ലസ്സി കിട്ടില്ല, ലസ്സി ഒരു രക്ഷയില്ല. നമ്മുടെ ട്രെയിൻ 8:35-നോ 8:25-നോ. നമ്മൾ 4-5 മണി ആയപ്പോഴേ വന്നു. നമ്മുടെ വണ്ടി നമുക്ക് തിരിച്ചു കൊടുക്കണമായിരുന്നല്ലോ, അപ്പോൾ 4 മണിയായിരുന്നു സമയം. നമ്മൾ വണ്ടി തിരിച്ചു കൊടുത്തു, സ്റ്റേഷനിൽ വന്നു, ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് ഡൽഹിക്ക് പോവാണ്. സന്തോഷ വാർത്ത എനിക്കിപ്പോൾ കിട്ടി. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഡൽഹിയിലേക്ക്. ഞങ്ങളുടെ ടിക്കറ്റ് ഓട്ടോ അപ്ഗ്രേഡ് ആയി. ഞങ്ങൾ സ്ലീപ്പർ ആയിരുന്നു ബുക്ക് ചെയ്തത്, 3rd AC-ലായി. ഈ വ്ലോഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ രാജസ്ഥാൻ വ്ലോഗിൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ആൻഡ് ടാറ്റാ, ബൈ ബൈ, സീ യു.